ഒരിടത്ത് ദേഷ്യമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ദൂരസ്ഥലത്ത് ജോലിയിലുണ്ടായിരുന്ന അവൻ്റെ അച്ഛൻ മടങ്ങി വന്നപ്പോൾ ഇത് ശ്രദ്ധിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ കുട്ടിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ ഒരു പാക്കറ്റ് ആണിയുമായി അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇന്നു മുതൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ സംസാരിക്കരുത്. പകരം ഈ ആണികൾ നമ്മുടെ മതിലിൽ അടിച്ചു കയറ്റുക. മകൻ അനുസരിച്ചു. അടുത്ത ദിവസം തന്നെ മതിലിൽ പാക്കറ്റിൻ്റെ പകുതി ആണിയോളം അവൻ തറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ദേഷ്യം വരുമ്പോഴെല്ലാം അവൻ ഇത് തുറന്നുകൊണ്ടേയിരുന്നു. പതുക്കെ പതുക്കെ മതിലിൽ അടിക്കുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ആ ദിവസം വന്നു. അന്ന് അവൻ മതിലിൽ ഒരാണി പോലും അടിച്ചില്ല. അന്ന് അവന് ഒരു ദേഷ്യവും ഉണ്ടായില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പൻ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇന്നു മുതൽ നീ ഓരോ ദിവസവും മതിലിൽ അടിച്ചു കയറ്റിയ ആണികൾ പറിച്ചെടുക്കും. അവൻ അനുസരിച്ചു. അവൻ ഓരോ ദിവസവും അടിച്ചു കയറ്റിയ ആണികൾ പറിച്ചെടുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അപ്പൻ്റെ അടുത്തെത്തി ആണിയുടെ പാക്കറ്റ് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എല്ലാ ആണിയും ഞാൻ പറിച്ചെടുത്തു. എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ പുഞ്ചിരിച്ചു. കുട്ടിയെയും കൂട്ടി മതിലിനടുത്തേക്ക് നടന്നു. മതിൽ മുഴുവൻ ആണിയടിച്ച പാടുകളും ദ്വാരങ്ങളും പൊട്ടലുകളുമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു, മകനെ, നീ ദേഷ്യപ്പെട്ടപ്പോൾ, എതിർത്ത് സംസാരിച്ചപ്പോൾ, ധിക്കരിച്ചപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടായ മുറിവുകൾ ഈ മതിലിൻ്റെ ദ്വാരങ്ങളും പൊട്ടലുകളും പോലെയാണ്. ചില പാടുകൾ അങ്ങനെ തന്നെ അവശേഷിക്കും. തിരിഞ്ഞു നടക്കുമ്പോൾ മകൻ കണ്ണു തുടയ്ക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. ദേഷ്യം അപകടകാരിയായ മൂർച്ചയുള്ള കത്തി പോലെയാണ്. മുറിവുകൾ കരിഞ്ഞേക്കും, പക്ഷേ പാടുകൾ അതെന്നും നമ്മെ വേട്ടയാടും.